എന്താ ശ്രീകരേട്ടന് നിശ്ചയമാണെന്നോ? അതൊരിക്കലും സത്യമാവരുത്. ലാവണ്യ എന്റെ അടുത്ത് കളവ് പറഞ്ഞതായിരിക്കണം. ശ്രീകരേട്ടൻ എന്നെ ഒരിക്കലും വഞ്ചിക്കില്ല. മറ്റൊരു പെൺകുട്ടിയായിട്ടുള്ള വിവാഹത്തിന് എങ്ങനെയാ സമ്മതിക്കുക? ഇല്ല, അത് സത്യമല്ല. ഹായ്, നിങ്ങള്? ഞാൻ ശ്രീകരന്റെ ചേട്ടത്തിയാ. ഓ, ഇത് ശ്രീകരന്റെ ചേച്ചി. ഇത് ചേച്ചിയുടെ മോളാ. ഓ, അപ്പൊ ഞാൻ വരുന്ന വീട്ടില് വലിയൊരു ഗ്യാങ് ഉണ്ടെന്ന് സാരം. അതെ മോളെ, എന്റെ അനിയനെ നീ കല്യാണം കഴിച്ചില്ലായിരുന്നെങ്കിൽ എന്റെ മകൾക്ക് കിട്ടുമായിരുന്നു. ആണോ? ഏട്ടന് വേണ്ടി ഞാൻ കുറെ കാലമായിട്ട് വെയിറ്റിംഗില്ല. അതായത് നീ ടൂ ലേറ്റാ. ഇനി നിനക്ക് ആ അവസരം തന്നെ ഇല്ല. എന്നാലും ശ്രീകരേട്ടനെ എനിക്ക് വേണ്ടി എഴുതിയതാണെങ്കിൽ നിനക്ക് എങ്ങനെ കിട്ടാനാ? ഞങ്ങളുമായിട്ട് നല്ലപോലെ ട്യൂൺ ആവുന്ന പോലെ ഉണ്ടല്ലോ. വന്നു കഴിഞ്ഞാ നിങ്ങൾക്ക് കാണാലോ. എങ്കിൽ ഇപ്പൊ തൊട്ട് നമ്മൾ നല്ല ഫ്രണ്ട്സ് ആയിരിക്കും. ഓക്കെ. ചേട്ടാ, കുറച്ച് വേഗം പോവൂ. ശരി മാഡം. അല്ല, മരുമോൻ എന്ത് പറ്റി? എന്താ ഇങ്ങനെ ഡള്ളായിട്ടിരിക്കുന്നത്? എന്തേലും പ്രോബ്ലം ഉണ്ടോ? ഏയ്, അങ്ങനെയൊന്നും ഇല്ലെന്നേ. സാധാരണയായിട്ടുള്ള ഹെസിറ്റേഷൻ അത്രേ ഉള്ളൂ. മോളെ, കല്യാണ പെണ്ണിനെ കൊണ്ടുവന്നോളൂ. രേഖ, നിഹാരികയെ കൊണ്ടുവന്നോളൂ മോളെ. ശരി ആന്റി. ഞങ്ങളുടെ ശ്രീകർ ഇതുവരെ നിന്നെ ഫോട്ടോയിൽ പോലും കണ്ടിട്ടില്ല. ഇപ്പൊ നിന്നെ കണ്ടിട്ട് എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് കാണണം. എന്നെ കണ്ട് ഷോക്കായി പോവും. അവനെന്തിനാ ഷോക്കാവുന്നേ? അവിടെ ചെന്ന് എല്ലാവർക്കും അറിയാലോ. പോകാം. ഇത് നമ്മുടെ കയ്യിൽ നിൽക്കുന്ന ലക്ഷണമില്ല. ശരി, സമയാവുന്നുണ്ട്, പോവാ. നീ മുന്നേ നടക്ക. നടക്ക്. ഒന്ന് വേഗം പോ ചേട്ടാ. മാഡം, നിങ്ങൾ പറഞ്ഞ സ്ഥലം ഇതാ മാഡം. ഒന്ന് സ്ലോ ആയിട്ട് പോകൂ. ഒന്ന് നിർത്തൂ, നിർത്ത. ശ്രീകർ, നിഹാരിക വരുന്നുണ്ട്, നോക്ക്. നിന്റെ ഭാവി വധു വരുന്നുണ്ട്, നോക്കടാ. എന്റെ ഭർത്താവിന്റെ കല്യാണ നിശ്ചയമാണ്. ഇനി അഥവാ അത് സത്യമാണെങ്കിൽ എനിക്കത് കണ്ടു സഹിക്കാനാവോ? പിന്നെ എനിക്ക് ജീവിക്കാനാകോ? കുറച്ച് സമയത്തിനുള്ളിൽ നിഹാരികയായിട്ടുള്ള നിശ്ചയം നടക്കാൻ പോവാ. ഒന്ന് നോക്കാൻ അത്ര നാണിക്കുന്ന എന്തിനാടാ? വിടർന്ന പനിനീര് പോലെ അവൾ എത്ര സുന്ദരിയാണെന്ന് നോക്കടാ. നോക്കടാ.
നീ പറഞ്ഞതുപോലെ ശ്രീകർ നിന്നെ കണ്ട് ഷോക്കായല്ലോ. ഹായ് ശ്രീകരേട്ട. എന്നെ കണ്ടപ്പോ തന്നെ നമ്മള് റെസ്റ്റോറന്റിൽ വെച്ച് നമ്മള് മീറ്റ് ചെയ്തത് ഓർമ്മ വന്നല്ലേ? ഇരിക്കുമോളെ. നീയും ഇരിക്കും മോനെ. ഞങ്ങളുടെ മകൾക്ക് വേണ്ടി ഞങ്ങൾ ഒരുപാട് ആലോചന നോക്കി മോനെ. ഇവളെ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടെങ്കിലും ഇവൾക്കാരും ഓക്കെ ആയിരുന്നില്ല. മോനെ കണ്ടു കഴിഞ്ഞപ്പോ ആദ്യ കാഴ്ചയിൽ തന്നെ ഇവൾക്ക് മോനെ ഇഷ്ടായി. കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ നിന്നെ അല്ലാതെ വേറെ ആരെയും കഴിക്കില്ലെന്നുള്ള വാശിയിലായിരുന്നു അവള്. നിങ്ങളുടെ മകൾക്ക് ആത്മാഭിമാനം കൂടുതലാണെന്ന് അവളുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. വന്നപ്പോ തുടങ്ങി ഞാൻ ശ്രദ്ധിക്കുന്നതാ. നീ എന്തോ ഭയങ്കര ഡള്ളാണല്ലോ മോനെ. അത് എനിക്ക് കുഴപ്പമൊന്നുമില്ല. രണ്ടു കുടുംബങ്ങളും പരസ്പരം അംഗീകരിച്ചതുകൊണ്ടും ചെറുക്കനും പെണ്ണിനും പരസ്പരം ഇഷ്ടമായതുകൊണ്ടുമാണ് ഈ നിശ്ചയത്തിന്റെ ഏർപ്പാടുകൾ നടക്കുന്നത്. ഇനി നിങ്ങൾക്ക് കൂടുതലായി എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിച്ചോളൂ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിച്ചോളൂ. എന്റെ ഭഗവാനെ, ഞാൻ ഈ കാണുന്ന സത്യമാണോ? എന്റെ കഴുത്തില് താലി കെട്ടിയ ശ്രീകരേട്ട് മറ്റൊരു പെണ്ണിന്റെ കഴുത്തില് താലി കെട്ടാനായിട്ട് തയ്യാറായിരുന്നോ? നിങ്ങളുടെ മകള് വളരെ വളരെ സുന്ദരിയാണ്. എനിക്കവളെ സത്യത്തില് ഒരുപാട് ഇഷ്ടമായി. എല്ലാം അവളുടെ ഭാഗ്യം തന്നെ. നിങ്ങളുടെ കുടുംബത്തിലെ ഭാഗ്യത്തെക്കാൾ ഞങ്ങളുടെ കുടുംബത്തിന് വലിയൊരു ഭാഗ്യം ലഭിച്ചിരിക്കുന്നു. എന്താണെന്ന് വെച്ചാ, എന്റെ മകന് എങ്ങനത്തെ ഒരു കുട്ടി വേണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചോ അതുപോലൊരു കുട്ടിയെ തന്നെ കിട്ടി. ലാവണ്യ പറഞ്ഞതൊക്കെ കളവായിരിക്കണേന്ന് ഒത്തിരി ആഗ്രഹിച്ച ഞാൻ വന്ന്. സത്യം ഞാനിപ്പോ എന്റെ കണ്ണാലെ കണ്ടു. എന്റെ ശ്രീകരേട്ട് എന്നെ പ്രേമിച്ച് കല്യാണം കഴിച്ച എന്റെ ഭർത്താവ് എന്തിനാ
എവിടെ പോയതായിരുന്നു? ഹാപ്പി വാലന്റൈൻസ് ഡേ പ്രിയതമേ. താങ്ക് യു സോ മച്ച് ഡാർലിംഗ്. അപ്പോ എനിക്ക് സമ്മാനമൊന്നുമില്ലേ? എന്നോട് നിങ്ങൾക്കുള്ള ഈ സ്നേഹം എപ്പോഴും ഇങ്ങനെ തന്നെ ഉണ്ടാവുമോ? എന്നെ സംശയമാണോ? അവനിക്ക് ഈ വീട്ടിലെ മരുമകളാകാനുള്ള അർഹതയില്ലെന്ന് അമ്മ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ലേ? നാളെ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് വേറൊരു ആലോചന കൊണ്ടുവന്ന് കല്യാണം നടത്താൻ നോക്കിയോ? നാളെ ചിലപ്പോ സൂര്യൻ പടിഞ്ഞാറ് വേണമെങ്കിൽ ഉദിക്കുമായിരിക്കും. പക്ഷെ താനല്ലാതെ വേറെ ആരും എന്റെ ഭാര്യയായിട്ട് സാധ്യമല്ല. I live for you, I die for you. ഞങ്ങളുടെ കല്യാണക്കാര്യം വീട്ടിലുള്ളവരോട് പറയാനുള്ള സമയം വേണമെന്ന് പറഞ്ഞു. അമ്മയുടെ ആരോഗ്യത്തെക്കുറിച്ച് ആലോചിച്ചിട്ടാണെന്ന് പറഞ്ഞു. എപ്പോ നോക്കിയാലും എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ആ കാരണങ്ങളൊക്കെ എന്നെ ഒഴിവാക്കിയിട്ട് മറ്റൊരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ വേണ്ടിയായിരുന്നോ? പ്രസാദ് റാവു സാറേ, സ്ത്രീധനത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾ ഒരിക്കലും പുറകോട്ട് നിൽക്കില്ല. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ആകെയുള്ള ഒരേ ഒരു മോള, ഉള്ളത് മുഴുവൻ തരണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ തന്നിരിക്കും. നിങ്ങളുടെ മകള് തന്നെ ഏറ്റവും വലിയ സ്ത്രീധനം. ഞങ്ങൾക്ക് അത്ര വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. നിങ്ങളുടെ മകളെ ഞങ്ങളുടെ വീട്ടിലേക്ക് നാട്ടുനടപ്പനുസരിച്ച് പറഞ്ഞയച്ചാൽ മതി. അത് നിങ്ങളുടെ സൽഗുണം എന്ന് കരുതി ഞങ്ങൾക്ക് തരാതിരിക്കാൻ കഴിയില്ലല്ലോ. അത് നിങ്ങളുടെ ഇഷ്ടം. ഞങ്ങൾക്ക് ഒരു തരത്തിലുള്ള ഡിമാൻഡ്സും ഇല്ല. എന്തു പറയുന്നു വേദ? എന്റെ ജാതകമായിട്ട് ചേർന്ന് വന്നപ്പോ തന്നെ എല്ലാം ചേർന്നതായിട്ട് എനിക്ക് തോന്നി. സ്ത്രീധനൊന്നും ഞങ്ങൾക്ക് അത്ര ഇമ്പോർട്ടന്റ് അല്ല. മോളെ, മുഹൂർത്ത സമയം ആകാറായിരിക്കണു. ഇനി നിശ്ചയത്തിനുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ തുടങ്ങാം. വധൂവരന്മാർക്ക് അണിയാനുള്ള മോതിരം കൊടുത്തോളൂ. ഒരു തരത്തിലും ഈ നിശ്ചയം തടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഈ കല്യാണത്തിന് സമ്മതമല്ലെന്ന് ഇപ്പൊ പറയാൻ പറ്റിയില്ലെങ്കിൽ അത് ഞാൻ എന്നോട് തന്നെ ദ്രോഹം ചെയ്യുന്ന പോലെയോ അവനിയെ ചതിച്ചു വഞ്ചിക്കുന്നത് പോലെ ആയിരിക്കും. അത് എന്തെങ്കിലും ചെയ്യണം. അതെ, സത്യമൊക്കെ പറയണം. അതെ, നിങ്ങൾ രണ്ടാളും കൂടെ അടുത്തേക്ക് വരിക. എഴുന്നേക്കടാ. എഴുന്നേക്ക് മോനെ. വരും. ആദ്യം നീ മോതിരം വാങ്ങും മോനെ. എടുത്തോളൂ മോനെ. ഇത്ര ദൂരം വന്ന ശേഷം ഇനി എന്താ നീ ആലോചിക്കുന്നത്? എടുക്ക. എനിക്ക് എൻഗേജ്മെന്റ് ഇഷ്ടമല്ല അമ്മേ. എനിക്ക് നിഹാരികയെ കല്യാണം കഴിക്കാൻ പറ്റില്ല. ദയവേത് എന്നെ ആരും നിർബന്ധിക്കരുതെന്ന്. ഗോൾ എന്റെ പോസ്റ്റിലാണോ തോന്നുന്നേ അമ്മേ?
അതെ അതെ. ഈ ട്വിസ്റ്റ് ഞാൻ പ്രതീക്ഷിച്ചില്ല. അതെന്തു പറ്റി? എന്താ ഇഷ്ടമല്ലാത്ത? എന്നെ കാണാൻ ഭംഗിയില്ലേ? നിങ്ങൾക്ക് ചേരുന്ന പെണ്ണല്ലേ? എന്നെ കല്യാണം കഴിക്കില്ലെന്ന് പറയാൻ കാരണം എന്താ? എനിക്കിഷ്ടമല്ല, അത്രേ ഉള്ളൂ. അത് തന്നെ. എന്തുകൊണ്ട്? ആരെങ്കിലും പ്രേമിക്കുന്നുണ്ടോ? ഈ നിശ്ചയത്തിന് നിങ്ങളെ നിർബന്ധിച്ചു കൊണ്ടുവന്നാണോ? പറയുന്നേ, പറയാൻ. അങ്ങനെയൊന്നുമില്ല മോളെ. ഇല്ലെങ്കിൽ ഇത്രയും ദൂരം വന്നതിന് ശേഷം വേണ്ടെന്ന് വെക്കാൻ ഒരു കാരണം വേണ്ടേ? പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എന്താ മോനെ? നിങ്ങൾ എന്നെ വേണ്ടെന്ന് പറഞ്ഞ എനിക്ക് സഹിക്കാൻ കഴിയില്ല. ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. ശ്രീകർ, ഇത് മര്യാദയല്ല. ഇക്കാര്യം പുറത്താരെങ്കിലും അറിഞ്ഞ വേദവതിയുടെ കുടുംബത്തിന് മേൽ ജനം ചെളി വാരിയെറിയും. ഞങ്ങളുടെ മകള് കണ്ടെത്തിയത് വലിയ ആളെയാന്ന് നിങ്ങളെ കുറിച്ച് ശേഖർ വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. നിങ്ങളുമായിട്ട് കല്യാണം ഉറപ്പിക്കുന്നത് വളരെ വലിയ ഭാഗ്യമാണെന്നും അങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നല്ലോ. എന്നിട്ട് ഇപ്പൊ എന്താ ഇങ്ങനെ? അമ്മേ, അവൻ ഇഷ്ടമില്ലാത്ത കല്യാണം നടത്തി രണ്ടുപേരുടെയും ജീവിതം നശിപ്പിക്കുന്ന എന്തിനാ? ക്യാൻസൽ ചെയ്തേക്ക്. മണ്ഡപം വരെ എത്തിയ കല്യാണം പോലും മുടങ്ങി പോവാറുണ്ട്. മോതിരം പോലും മാറ്റാത്ത കല്യാണം മുടങ്ങിപ്പോയാ ഒരു നഷ്ടവും സംഭവിക്കാനില്ല, പേര് ദോഷവും ഉണ്ടാവില്ല. ഏട്ടന്റെ മനസ്സ് എങ്ങനെ വേദനിപ്പിക്കരുത് അമ്മമ്മേ. തനിക്ക് വേണ്ടി കുറെ കാലം കാത്തിരുന്നൊരു പെണ്ണ് മാത്രമേ തന്റെ ജീവിതത്തിലേക്ക് വരുള്ളൂ എന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിലോ? ഒന്ന് നിർത്തുന്നുണ്ടോ? ശ്രീകർ, ഇത്രയും ദൂരം വന്ന ശേഷം നിനക്ക് ഇഷ്ടമില്ലാത്തതിന്റെ കാരണം പറഞ്ഞില്ലെങ്കിൽ അത് മര്യാദകേടാവും മോനെ. തല താഴ്ത്തി വെക്കേണ്ടത് കടമയായി മാറും. നമ്മള് പിന്നെ മുഖം മറച്ച് നടക്കേണ്ടി വരും. നീ എന്താ കാരണം എന്ന് പറയടാ. എപ്പോഴും എല്ലായിടത്തും വെച്ച് കാരണം പറയാൻ പറ്റില്ല അമ്മേ. എനിക്കൊന്നേ പറയാനുള്ളൂ, എനിക്ക് ഈ കല്യാണം വേണ്ട. എനിക്ക് എന്റെ തീരുമാനവും അഭിപ്രായങ്ങളും മാറ്റാൻ പറ്റില്ല. ശ്രീകർ, ഇത് ശരിയല്ല. അതെ അച്ഛാ, ഈ കല്യാണം തന്നെ എനിക്ക് ശരിയല്ല. അപ്പോ ഇനി നിങ്ങളുടെ മനസ്സ് മാറില്ലേ? മാറില്ല. എന്റെ സ്നേഹം വേണ്ടെന്ന് വെക്കോ? യെസ്. എന്നെ കല്യാണം കഴിക്കില്ലേ? എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? നിങ്ങളില്ലെങ്കിൽ പിന്നെ എനിക്ക് ഈ ജീവിതം എന്തിനാ? എന്തിനാ? ആവശ്യമില്ല, ആവശ്യമില്ല. നിഹാരിക, മോളെ നിഹാരിക, മോളെ നിഹാരിക, മോളെ നിഹാരിക, നിഹാരിക, നിക്ക് മോളെ, അവിടെ നിക്ക്, നിഹാരിക, മോളെ നിഹാരിക, നിഹാരിക, മോളെ, മോളെ നിഹാരിക, വാതിൽ തുറക്ക്, മോളെ വാതിൽ തുറക്ക്. ഇനി അവള് പോയി ആത്മഹത്യ എങ്ങാനും ചെയ്യുവോ? ശ്രീകറിന് വേണ്ടി ചെയ്യൂന്ന് തന്നെ എനിക്ക് തോന്നുന്നു. നോക്കാം, പോയി നോക്കാം. നിഹാരിക, നിഹാരിക, മോളെ, ഓപ്പൺ ദി ഡോർ. നിഹാരിക, വാതിൽ തുറക്കും മോളെ. നിന്നോട് അപേക്ഷിക്കുക, വാതിൽ തുറക്കും മോളെ. ശ്രീകരേട്ടനില്ലാത്ത ജീവിതം എനിക്ക് വേണ്ട.